നമസ്കാരം. ആ പാട്ടുകൾ അതിസുന്ദരമാണ്. പാടി ഓരോ പാട്ടിലും നമ്മെ അലിയിപ്പിക്കുന്നത് അതിലും സുന്ദരമാണ്. അങ്ങനെ മാത്രം പാട്ടുപാടുന്നൊരാൾ ഈ ഓണനാളിൽ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീനിയേട്ട. ഓണാശംസകൾ. ഓണാശംസകൾ. അത്രമേൽ ഭാവത്തിൽ എങ്ങനെ പാടും? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷം. മാക്സിമം സിൻസിയറിറ്റിയോടുകൂടി പാടും. പാട്ട് അത്ര ഇഷ്ടമാണ്. പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ഈഗോ, നമ്മുടെ എല്ലാം നശിപ്പിക്കുന്ന ഒരു സാധനമല്ലേ പാട്ട്. ഞാനെന്നുള്ളൊരു ഭാവം പോകുമ്പോഴല്ലേ പാട്ട് വരുന്നത്. അതുകൊണ്ടാണ് പാട്ട് അത്രയ്ക്ക് ഇഷ്ടം. ഞാനത് ശരിക്കും മനസ്സിൽ നിന്ന് പറഞ്ഞതാണ്. ഒരു ഒഴുകിപ്പരക്കുന്നത് പോലെ തോന്നും ആ വരികളിലൂടെ. അതിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തി ഇതൊന്ന് കേട്ടിട്ട് പോകണം എന്ന് പറയും പോലെ തോന്നും അങ്ങ് പാടുമ്പോൾ. താങ്ക് യു. സംഗീതം ജീവനാണ്, ജീവിതമാണ്. പക്ഷെ നഷ്ടപ്പെടുത്തിയ ചില വർഷങ്ങളില്ലേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ പാട്ട് ഒരു കമേഴ്ഷ്യൽ ട്രാൻസാക്ഷനായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരിക്കലും അങ്ങനെ കാണരുത്. എൻ്റെ ഒപ്പീനിയനിൽ ഈ പാട്ടെന്നുള്ള കാര്യം കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആവുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഒരു ലെവൽ ഒന്ന് താഴുന്നത്. അതുവരെ നമ്മൾ പാട്ടെന്ന് ഉള്ള കാര്യം ജീവനായിരിക്കും. പാട്ടെന്ന് കാശിന് വേണ്ടിയിട്ടല്ലല്ലോ. ഒരിക്കലും പാട്ട് പാടി തുടങ്ങുമ്പോൾ കാശിന് വേണ്ടി, അത് കഴിഞ്ഞിട്ടാണ് പാട്ട് അതിനെക്കുറിച്ച് ഓർക്കുന്നത്. വൺസ് ഇറ്റ് ബിക്കംസ് യുവർ ലൈഫ്, അതൊരു ജീവിതം, വേറെ അതാണ് നമ്മുടെ പണി, അതാണ് നമ്മുടെ ഒരു ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുമ്പോൾ ദെൻ അതൊരു വേറൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ആവുന്നു. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയനിൽ പാട്ട് പാഷനോടുകൂടി നോക്കുന്ന ആൾക്കാർ അവരാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് പാട്ടിനെ. പാട്ടിലേക്ക് വളരെ ഗൗരവമായി ഇഴുകിച്ചേരണമെന്ന് തോന്നിയത് എപ്പോഴാണ്? അപ്പോൾ ജോലിയുടെ തിരക്കിലായിരുന്നു 10 വർഷത്തോളം. അതിനുശേഷം പാട്ടാണ് ഇനി എൻ്റെ ജീവിതമെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? അത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ബോംബെയിൽ പോയി കെമിക്കൽ എഞ്ചിനീയറിങ് ചെയ്യുമ്പോഴും, കെമിക്കൽ ടെക്നോളജി ചെയ്യുമ്പോഴും ഞാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും R.D. ബർമനെ പരിചയപ്പെടണം. എങ്ങനെയാണ് ഇതൊക്കെ സമീപിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒന്നും. R.D. ബർമനെ കാണണം എന്നുള്ള അതിനാണ് ഞാൻ പോയത്, അല്ലാതെ പഠിക്കണം എന്നൊന്നുമല്ല. അപ്പോൾ ഈ തിരുവനന്തപുരം തന്ന പിന്തുണ വലുതാണ്. അംബാസമുദ്രത്തിലാണ് ജനനം. പക്ഷെ ജനിച്ചത് എവിടെയാണെങ്കിലും അതൊരു മേ ബി ഒരു 2 months 3 months, അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം അല്ലേ. അച്ഛൻ്റെ ജോലിയൊക്കെ ഇവിടെയല്ലേ, AG's ഓഫീസിലാണ്. അച്ഛൻ്റെ അച്ഛൻ മുതൽ ട്രിവാൻഡ്രമാണ്. ഒരുപാട് കാലം എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയും ഭയങ്കര ഒരു, ഇപ്പോൾ പിന്നെ ഈ പ്രായം എത്തുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാവും, പക്ഷേ പഴയ ഫീലിംഗ് അല്ല. പഴയ ചെറുപ്പത്തിലുള്ള ഫീലിംഗ് വേറെ തന്നെയാണ്. ആ കുട്ടിക്കാലം, സ്കൂൾ ഓർമ്മകൾ, അതൊക്കെ പിന്നെ അയ്യോ. ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊരു സിനിമാ സെൻറ്റർ, അതായത് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, സൗഹൃദ വലയം. സുരേഷ് കുമാർ, മോഹൻലാൽ എൻ്റെ സെയിം സ്കൂൾ, സെയിം സമയത്താണ്, സെയിം സ്റ്റാൻഡേർഡാണ്. 10th സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ചാണ്. ബട്ട് വേറൊരു ഡിവിഷനാണ്. അതുകൊണ്ട് എനിക്ക് പരിചയമില്ല. എപ്പോഴോ ക്രിക്കറ്റൊക്കെ കളിച്ച് കാണും. ബട്ട് അങ്ങനെ പരിചയമില്ല. അന്നും പരിചയമില്ല, എന്നും പരിചയമില്ല. മോഹൻലാൽ സൂപ്പർ സ്റ്റാർ, അങ്ങനെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. ബിക്കോസ് പുള്ളിയുടെ ആക്ടിങ് അത് അതിനെപ്പോലെ വേറെ ആർക്ക് ആക്ട് ചെയ്യാൻ പറ്റും? മോഹൻലാൽ, മമ്മൂട്ടി, ഇവരൊക്കെ. സുരേഷ് എൻ്റെ ഫ്രണ്ടാണ്. സുരേഷ് എൻ്റെ കൂടെ പഠിച്ചാണ്. സുരേഷ് കുമാർ എൻ്റെ കൂടെ പഠിച്ചെങ്കിലും ഞാൻ ഒരിക്കലും സുരേഷ് കുമാർ ഇങ്ങനെ പ്രൊഡ്യൂസറാവും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. സുരേഷ് കുമാർ പണ്ട് തന്നെ എപ്പോഴോ കോളേജിൽ പഠിക്കുമ്പോൾ കോഫി ഹൗസിൽ കാണുമ്പോൾ, എടാ നിൻ്റെ കാസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ സുരേഷ് കുമാറുടെ
എടാ നീ ഹിന്ദി പടം എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പറ, ഞാൻ മലയാളത്തിലൊന്നും പാടുക, മലയാളത്തിൽ പാടില്ല, ഇങ്ങനെ ചുമ്മാ കളിയാക്കി സംഭവിച്ചല്ലോ. ബട്ട് പിന്നീട് സംഭവിച്ചു. പിന്നീട് അത് വേറെ. അന്നത്തെ കാലത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ ജി വേണുഗോപാൽ, ബാലഗോപാലൻ തമ്പി ഇവരൊക്കെ ആയിരുന്നു മലയാളത്തിൽ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹിന്ദി തമിഴൊക്കെ ആയിരുന്നു പാടുന്നത്. നമുക്കതാണ് ഹിന്ദി പാട്ടാണ് ഏറ്റവും ഇഷ്ടം. കിഷോർ കുമാറും ആ ഒരു സമയത്ത് ഉള്ളൊരു എൻ്റെ ഒരു പാഷൻ അതായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കും പാടുമായിരുന്നു, പിന്നെ കിഷോർ കുമാറും പാടുമായിരുന്നു. അപ്പോൾ അന്ന് മലയാളം എനിക്ക് പാടാൻ തന്നെ പേടിയാണ്. ഈ വേണുവൊക്കെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഉച്ചരിച്ച് പാടുന്നത്, ദാസേട്ടൻ്റെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ട് ഇതുപോലെ നമുക്ക് മലയാളം പറയാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഹിന്ദി ആർക്കും അറിഞ്ഞൂടാ, പാടാം നമുക്ക്. അതിൽ പലരും സിനിമ ഉന്നം വെച്ചവരായിരുന്നു. അത് ഒരുപാട് മോഹങ്ങൾ, പ്രതീക്ഷകൾ തന്നു. ശരിക്കും രാജീവ് കുമാർ, TK രാജീവ് കുമാർ എൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്രയിലും പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ ഒരു കൊല്ലം ജൂനിയറായിരുന്നു. വേണു, രാജീവൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൊല്ലം സീനിയർ. ബട്ട് നമ്മളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുന്നത്, വി വർ ഹാവിങ് ഡ്രീംസ് അല്ലേ. ആ ഒരു സമയമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നടന്ന ഒരു സമയമാണ് അത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും, അത് കാരണം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ പോയത് ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ കൂടുതൽ പഠിക്കാനൊന്നുമല്ല. പഠിച്ചാലേ നമുക്ക് വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു നമ്മുടെ വീട്ടിലത്തെ ഉള്ളൊരു അവകാശവും കൂടെ ആയിരുന്നു. അവർക്ക് ഞാൻ പാട്ടും പാടി നടക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എൻ്റെ അച്ഛനൊന്നും. പേടിയാണ്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പേടിയാണ്. അവർക്കൊക്കെ ഭയങ്കര പാട്ടെന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ കർണാടിക് മ്യൂസിക്, കർണാടക സംഗീതം മാത്രമേ കേൾക്കുള്ളായിരുന്നു. അപ്പോൾ ഞാനാണ് ഈ സിനിമാ പാട്ടുകളും അങ്ങനെ. അപ്പോൾ അവർക്ക് പേടിയായിരുന്നു, ഇയാൾ എവിടെയെങ്കിലും പോയി ഇതൊക്കെ തെണ്ടിത്തിരിയോ എന്നുള്ളൊരു പേടിയാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ടാണ് ബോംബെയിലേക്ക് പോയത്. ബട്ട് ബോംബെയിലും നല്ല ഒരു ബ്യൂട്ടിഫുൾ ടൈമായിരുന്നു എൻ്റെ തന്നെ മ്യൂസിക്കിൻ്റെ ഗ്രോത്തിന്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ ഗുരു, മൈ ആണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരുപാട് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ അവർ MA ഇൻ മ്യൂസിക്കാണ്, വിമൻസ് കോളേജിൽ പ്രൊഫസറായിരുന്നു അവർ. ബട്ട് കർണാടിക് ഞാൻ അങ്ങനെ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചത്. ഇവിടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലും സ്റ്റേറ്റ് യൂത്ത് ലെവലിലൊക്കെ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ബട്ട് അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തതല്ല. ബിക്കോസ് അത് കർണാട്ടിക് മ്യൂസിക്കിൽ പഠിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ടു ലേൺ. എനിക്ക് ഇത് പറയുന്നത് ശരിയല്ലായിരിക്കും. ഒരുപാട് ആൾക്കാർ വരും പഠിക്കണം, ഒരുപാട്. എൻ്റെ ഒപ്പീനിയനിൽ ഒബ്സോർവ് ചെയ്യണം നമ്മൾ. നോളജ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഷുഡ് ബി ഒബ്സോർബ്ഡ് ഇൻ ടു യു. ശരിക്കും പഠിച്ചാലല്ലേ കമേഴ്ഷ്യലി വർക്കൗട്ട് ആവും. കമേഴ്ഷ്യലി ഇറ്റ് വിൽ ഡു ലോട്ട് ഓഫ് ഗുഡ് ഫോർ യു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് our beauty of anything is when you take away knowledge from it. ഇപ്പോൾ നമുക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഇത് പൂവാണ്, ഇത് ഏത് പൂവാണ്, ഇത് ഏതിലാണ്, ഇതിൻ്റെ സയൻസ് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബ്യൂട്ടി പോവും. പൂവെന്ന് പറഞ്ഞാൽ പൂവായിട്ട് കാണണം, ഇങ്ങനെ ഫ്രഷായിട്ട് കാണുമ്പോൾ അതിൻ്റെ അതുപോലെ തന്നെയാണ് ജീവിതത്തിലെല്ലാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കാലഘട്ടത്തിൽ അത് ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് പാട്ടെന്ന് പറയുന്ന സാധനം എനിക്ക് അങ്ങനെ കയറിയതാണ്. പത്മനാഭസ്വാമി കോവിലിൽ പോയിട്ട് അവിടുത്തെ ആ ശിവേലിയിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു നാദസ്വരത്തിൻ്റെ ഒരു വർണ്ണം, ഒരു കല്യാണി വർണ്ണം അവർ വായിക്കുന്നത് എനിക്കത് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തര തരരര തനരര തരരര തര
ഇത് കഴിഞ്ഞിട്ട് അത് തിരിഞ്ഞ് അങ്ങോട്ട് പോകും. അത് അപ്പോൾ അടുത്ത എന്താണ് വായിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത്രയും നമ്മൾ ഈ പടിഞ്ഞാറ് നടയുടെ മുമ്പിൽ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ മന്ത്രങ്ങൾ പറയുന്നതിന് മുമ്പ് ആ പാണിക്കൊട്ടും അതിൻ്റെയൊക്കെ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ തന്നെയോ ഈ റിയലി യങ്, അതൊക്കെയാണ് സംഗീതത്തിൻ്റെ. ഞങ്ങൾ പിന്നെ ആ ഒരു പ്രദേശത്തായിരുന്നു പത്മനാഭസ്വാമികൾ. അപ്പോൾ ഈ ഡിസംബർ മാസം, മാർഗഴി മാസം എന്ന് പറയും നമ്മുടെ തമിഴിൽ, ഭജന രാവിലെ 4 മണിക്ക്. അപ്പോൾ പറയുന്ന, എൻ്റെ വീട്ടിൽ പറയുന്ന ഞാൻ 1-1.5 വയസ്സിൽ എനിക്ക് ഭജനയിൽ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എണീറ്റ് ഇരുന്ന് കരഞ്ഞ് ഇവരൊക്കെ പിന്നെ കുളിച്ചിട്ട് ആ ഭജനയ്ക്ക് പോകും. ആ ഭജനയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ പാട്ട്, വേറൊന്നുമല്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കിയല്ല. ഈ പാട്ടെന്നുള്ള കാര്യം അത് വേറൊരു സംഭവം തന്നെയാണത്. അത് അന്ന് തൊട്ടേ എനിക്ക്, ഞാൻ പറയുന്നത് ഞാനൊരു വലിയൊരു ആളല്ല, ബട്ട് എനിക്ക് പാട്ട് എത്ര ജനിച്ചു വീണപ്പോഴേ പാട്ടുള്ളിലുണ്ടായിരുന്നു, പാട്ടിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അതാണല്ലോ ആ 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ. അതെ, അപ്പോൾ ആ പാട്ടെന്നുള്ള കാര്യമാണ് നമുക്ക് അത്രയ്ക്കും അകത്ത് കയറി. ഇപ്പോഴും പാട്ടാണ്. പാട്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ കരയില്ലേ. പാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാടാൻ തോന്നുന്നൊരു പാട്ട്. മന്നവൻ വന്താനടി തോഴി. പിന്നെ ലിറിക്സ് അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. നെഞ്ചത്തിലെ ദരത്ത് തന്നത്തിനെ നനന മന്നവൻ വന്താനടി തോഴി. സോ ഈ കെ.വി. മഹാദേവനൊക്കെ ചെയ്ത്, ഇവിടെ ദക്ഷിണാമൂർത്തിയും അവരൊക്കെ ചെയ്ത പോലെ കർണാട്ടിക് മ്യൂസിക് എന്നുള്ള ഒരു സാധനം. കർണാട്ടിക് കല്യാണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബട്ട് ഹിന്ദുസ്ഥാനി കല്യാണി ഈസ് ഡിഫറെൻറ്റ്. അതിന് ഇപ്പോൾ നമ്മൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് आप से मुझे छोड़ के जाने के लिए रंजशे सही. സോ ഈ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ. കുട്ടിക്കാലത്ത് ഓണം ഓർമ്മയിലുണ്ടോ? കുട്ടിക്കാലത്ത് ഓണം ഓർമ്മയുണ്ട്. പിന്നെ അത് ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ തന്നെ, പൂക്കളവും ഈ ഊഞ്ഞാലൊക്കെ കെട്ടി. ഓണം എന്ന് പറയുമ്പോൾ കേരളത്തിലുണ്ടാവണം. നമ്മുടെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ അന്ന് വേറെ ഒന്നുമില്ലല്ലോ, വേറെ ടെക്നോളജി എന്നുള്ള സാധനമല്ല, ടെലിവിഷൻ പോലും ഇല്ല, വീട്ടിൽ ഫോൺ പോലും ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ് അത്. ബ്യൂട്ടിഫുള്ളാണത്. വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമുക്ക് ഉള്ളത് ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്യുക എന്നുള്ള കാലമാണ്. വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എങ്ങനെയെന്നറിയാതെ മുംബൈയിലേക്ക് പോവാണ് കുറേ സ്വപ്നങ്ങളുമായിട്ട്. അവിടെ ചെന്നിട്ട് എന്തായിരുന്നു? അവിടെ ചെന്നിട്ട് നാടിനെ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു ജീവിതം, അവിടുത്തെ അതിലേക്ക് ചെറുതായിട്ട് ആ ഗ്രൂവിലേക്ക് പതുക്കെ അതിലേക്ക് വീണു. ഹോസ്റ്റൽ ജീവിതത്തിലൊരു രസമുണ്ട്. അത് നല്ലൊരു ജീവിതമാണത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് ടോട്ടൽ ഫ്രീഡമാണ്. കാശില്ലെങ്കിൽ നല്ല രസമാണത്. ബോംബെയിലിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹോസ്റ്റലിൽ നിന്നിങ്ങനെ ഇറങ്ങി നടന്ന് 10-12 മണിക്ക് വടാല ഫ്ലൈ ഓവർ വഴി പാട്ടൊക്കെ പാടി. പിന്നെ അവിടെയും കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പ്രൈസൊക്കെ കിട്ടുമായിരുന്നു. എനിക്ക് പ്രൈസ് കിട്ടിയപ്പോൾ ഒരിക്കൽ ഗുൽസാറായിരുന്നു അന്ന് എനിക്ക് പ്രൈസ് തന്നത്. അപ്പോൾ ഞാൻ, നമ്മളെ മണ്ടനല്ല, ട്രിവാൻഡ്രത്തിൽ നിന്നൊരു മണ്ടൻ ബോംബെയിൽ എത്തിപ്പെടുന്നു. പക്ഷെ പാട്ട് അറിയാമെന്ന് പറഞ്ഞാൽ പാട്ട് ഭ്രാന്ത്. അപ്പോൾ എനിക്ക് പ്രൈസൊക്കെ കിട്ടി. പ്രൈസ് കിട്ടുമ്പോൾ ഗുൽസാറാണ് എനിക്ക് പ്രൈസ് തരുന്നത്.
ഗുൽസാർ സാബ്, നമ്മളിവരൊക്കെ കേട്ടുള്ള ഇപ്പോൾ മോസം, ആന്ധി ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുത്ത മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പ്രൈസ് തരുവാണ്. അപ്പോൾ എൻ്റെ വിചാരം ഇനി ഗുൽസാർ, ഈ പയ്യൻ്റെ ഇവൻ പാട്ട് നന്നായി പാടുമല്ലോ, അവനെ നമുക്ക് വിളിക്കാം അടുത്ത സിനിമയിൽ എന്ന് വിചാരിക്കും. അങ്ങനെ ഇല്ലല്ലോ. ഒരു ചീഫ് ഗസ്റ്റ് ഒരാൾ വരുമ്പോൾ പ്രൈസ് ആർക്കോ കൊടുത്തിട്ട് പുള്ളി പോവും. പക്ഷെ നമ്മുടെ വിചാരം അവർ നമ്മളെ ഓർത്തിരിക്കും എന്നാണ്. നിഷ്കളങ്കമായ കാലം. നിഷ്കളങ്കമായ കാലം. ബട്ട് ആ സമയത്ത് അവിടെ പോയിട്ട് പിന്നെ ഇങ്ങനെ പതുക്കെ ജീവിതം പഠിച്ചു എന്ന് പറയാം. അല്ല, എങ്ങനെയാണ് ആദ്യ ചുവട് സക്സസ് ആയത്? ഐ വാണ്ടഡ് ടു സിങ്. എനിക്ക് സിനിമയിൽ പാടണം, സിനിമയിൽ തന്നെ പാടണം, വേറെ ഒന്നുമല്ല. ബിക്കോസ് സിനിമയിൽ പാടണം. ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്തു, എൻ്റെ ഒരു പാട്ടേ ഞാൻ സ്റ്റേജിൽ പാടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ വലിയ ആൾക്കാരുടെയും പാട്ട് പാടും സ്റ്റേജിൽ. പക്ഷേ എൻ്റെ ഒരു പാട്ടായിരിക്കും ഞാൻ ആദ്യം സ്റ്റേജിൽ പാടുന്നത് എന്നുള്ളൊരു വാശിയല്ല, അതൊരു മണ്ടത്തിലായിട്ടൊരു തോട്ട്. ബട്ട് ദാറ്റ് വർക്ക്ഡ് ഔട്ട് ഗുഡ് ഫോർ മീ. പിന്നെ ഇളയരാജാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഡിബർമാൻ ഇഷ്ടം. അതുപോലെ ഇളയരാജാനെ ഭയങ്കര ആ ഒരു സമയത്ത് ഏർലി 80s പുള്ളി ചെയ്ത ഒരു ഓർക്കസ്ട്രേഷനും അതൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇറ്റ് ജസ്റ്റ് മെസ്മറൈസിങ്. അങ്ങനെ മ്യൂസിക്കായിരുന്നു. അപ്പോൾ പുള്ളി കാണണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, ആ സമയത്ത് ഞാൻ ബോംബെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ മദ്രാസിലായിരുന്നു. ആ സമയത്ത് ഭയങ്കര എൻ്റെ കൂടെ പാടി നടന്ന വേണുഗോപാലൊക്കെ വലിയ സിംഗറായി. രാജീവ് കുമാറിൻ്റെയൊക്കെ എഴുത്ത് വരും ഇടയ്ക്ക്, നമ്മൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എക്സൈറ്റ്മെൻറ്റാണ്. ഇപ്പോൾ വേണു മദ്രാസിൽ വരുമ്പോൾ വിളിക്കും. ചിത്ര നമ്മുടെ കൂടെ പാടിക്കൊണ്ടിരുന്നു സെയിം ഓർക്കസ്ട്രയിൽ. ചിത്ര വലിയ സിംഗറാണ്, അത് നമുക്ക് അന്നേ അറിയാം. ചിത്ര ഇവിടെ പാടുമ്പോൾ തന്നെ തളിരിട്ട കിനാക്കൾ പാടുമ്പോൾ ഇത് വേറെ പ്ലാനറ്റ് എന്നാണ് നമുക്കറിയാം. അപ്പോൾ വേണു മദ്രാസിൽ വരുമ്പോൾ എന്നെ വിളിക്കും ഇങ്ങനെ. അപ്പോൾ പുള്ളിയുടെ കൂടെ ചിലപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ കാണാൻ പോകും. അപ്പോൾ തന്നെ എനിക്ക് വീണ്ടും നമുക്ക് ഇത് മതിയായിരുന്നു, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് എനിക്ക് തോന്നിയ ഒരു സമയമുണ്ട്. ഒരു ദിവസം തന്നെ രാവിലെ വിളിച്ചിട്ട്, എടാ നാളെ ഞാൻ മദ്രാസിൽ എത്തിയിട്ടുണ്ട്, നാളെ ഞാൻ നിൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറിൻ്റെ പാടുകയാണ്. ആര്? രാജാ സാറാ, ഇളയരാജ. അയ്യോ, അപ്പോൾ എനിക്ക് വരണം. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നൊക്കെ ലീവ് എടുത്തു. അപ്പം പണിയെടുക്കാം, ജോലിയാണ്. ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് റെക്കോർഡിങ്ങിലെത്തി. അതാണ് മറ്റേ ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ആ പാട്ടിങ്ങനെ കേട്ടിട്ട് ആ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ആ സ്ട്രിങ്സ് അതൊക്കെ കേൾക്കുമ്പോൾ ആ വലിയ സ്പീക്കേഴ്സിനും ആ ഇളയരാജ എന്ന് പറയുന്ന ഓറ, ഞാൻ അന്ന് വിചാരിച്ചു നമ്മളിവിടെ പ്രസാദ് ഡീലക്സിൽ എന്തെങ്കിലും ചായ കൊടുക്കുന്ന ജോലി ആയാലും മതി, അതാണ് കുറച്ചും കൂടി നല്ലത്. അതല്ല എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത ദിവസം രാവിലെ ടെലിഫോൺ ഡയറക്ടറിയൊക്കെ നോക്കി രാവിലെ 6 മണിക്ക് നേരത്തെ എണീക്കാത്ത ആളാണ്. 6 മണിക്ക് ഇളയരാജയുടെ വീട്ടിൽ പോയി. ഞാൻ പുള്ളിയുടെ മുമ്പിൽ പുള്ളി ഇങ്ങനെ ഇറങ്ങി വന്നു. എനിക്ക് പാട്ടാണ് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ. ഓക്കെ, ഗിവ് മീ എ ടേപ്പ്, ഒരു ടേപ്പ്. എന്നിട്ട് പോയി. അപ്പോൾ ടേപ്പ് ഞാൻ ഒരു കർണാട്ടിക് ഒരു കീർത്തനം പാടി. രാമനാദം, ഇത് വെറുതെ ഒരു സാധാരണ ടേപ്പ് റെക്കോർഡ് ചെയ്ത്. പിന്നെ മെഹദി ഹസൻ്റെ ഒരു ഗസൽ, ആഗേ ബഡേ നക്കീസായിഷ്കി ബുതാസെ ഹും, ഈ പാട്ട് റെക്കോർഡ് ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. സ്റ്റുഡിയോയിൽ ഒരു ദിവസം കണ്ടിട്ട് നേരെ കൊണ്ട് കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കും. ഒരു ദിവസം എന്നെ കണ്ടിട്ട് ഇങ്ങനെ, ശ്രീനിവാസൻ உங்களுக்கு நான் இன்ஃபார்ம் பண்ணுறேன். ராஜா சார் என்ன நோக்கி வந்துட்டு,
കത്തി നിൽക്കുന്ന സമയമാണ് 88 അങ്ങനെ തോന്നുന്നു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ പുള്ളി തന്നെ ഇങ്ങനെ വന്ന് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്, പ്രൊഡ്യൂസേഴ്സൊക്കെ വെയിറ്റ് ചെയ്യണം. അയാൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിന് വേറൊന്നും വേണ്ട. അതുപോലെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എവിടെയോ പുള്ളിക്കാരിയെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് തൊണ്ടയൊക്കെ കംപ്ലീറ്റ്ലി പോയി ഞങ്ങൾ രാത്രി ഒരു 11-11:30 മണിക്ക് ആ സിസ്റ്ററിൻ്റെ വീഡിയോ കാസറ്റ് ആദ്യമായിട്ട് വന്ന വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ബെല്ലടിച്ച ഒരാൾക്ക്. சீனிவாசனா ராஜா சார் வாய்ஸ் மிக்சிங் நாளைக்கு இருக்கு. വോയിസ് മിക്സിങ് பாட்டியா രാജാ സാർ. ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ മുടിயாது, எனக்கு தொண்டை சரியில்லை எனக்கு. അയ്യോ நான் അങ്കരുത് വന്ന അന്ന് ഫോണില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വരാം. ഞാൻ അവിടെ അടുത്ത ദിവസം പുള്ളി പോയി കണ്ടു. പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എവിടെയാണ് പാട്ട് എവിടെയാണ് പഠിച്ചത്? ഞാൻ പറഞ്ഞു പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അതിന് അപ്പോൾ ആദ്യ അവസരം നഷ്ടമായി. ആദ്യ അവസരം നഷ്ടമായി. പിന്നെ ഞാൻ വിചാരിച്ചു പുള്ളി പറഞ്ഞു വേറെ ദിവസം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു പുള്ളി എൻ്റെ പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ചാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ ടാലൻറ്റ് കാണാം, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ വിളിക്കത്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ മറന്നു. പിന്നെ പുള്ളി ശരി കുഴപ്പമില്ല. പിന്നെ MSV കണ്ടു. MSV ഭയങ്കര എൻകറേജ് ചെയ്തു എന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രാൻസ്ഫറായി അഹമ്മദാബാദിലേക്ക്, ജോബ് അഹമ്മദാബാദ്. പിന്നെ കോയമ്പത്തൂരിലേക്ക് വരുമ്പോഴാണ് മണിരത്നത്തിൻ്റെ റോജ വരുന്നത്. റോജ ഫിലിം മണിരത്നം ഫിലിം ഇളയരാജ ആയിരിക്കും മ്യൂസിക്. നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. ഞാനും ഭാര്യയും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മകള്, എൻ്റെ ഫസ്റ്റ് ഡോട്ടർ, അവൾക്കൊരു വയസ്സായി തോന്നുന്നു. 92, 1 വയസ്സ് കഴിഞ്ഞു, 1-1.5 വയസ്സായി. ആ സമയത്ത് നമ്മൾ കോയമ്പത്തൂരിൽ പോയി റോജ പടം കണ്ടു. അപ്പോഴാണ് ഇത് ഇളയരാജ അല്ലല്ലോ, വേറൊരു ആരോ മ്യൂസിക് ചെയ്തിരിക്കണു. ഇത് എന്തോന്നാണ് ഈ മ്യൂസിക് എന്ന് പറഞ്ഞു. ഞാൻ അതുവരും കേൾക്കാത്തൊരു സൗണ്ട്. അടി ബർമൻ, ഇളയരാജ ഇത് വേറൊരു സംഭവം. ഇതെന്താണിത്? അത് ഓക്കെ, അത് മെലഡി ഓക്കെ. നദിയേ നീയാനാൽ കരനാനേ சிறு பறவை நீயானா உன் வானம் நானே. ഇത് കേൾക്കുമ്പോൾ ഇത് പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ്, അതിൻ്റെ ലവ് തീമും അതിൻ്റെ ടെററിസ്റ്റിൻ്റെ തീമും അതിൻ്റെ അവസാനത്തെ ഒരു ഹമ്മിങ്ങും സുജാതയാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്. ആൻഡ് ഓൾ ദ സോങ്സ് ചിന്നച്ചനാസെ കേട്ടിട്ട് ഭ്രാന്തായി. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു തമിഴ് സിനിമ കാസറ്റ് മേടിച്ച് ഞാൻ കേട്ട് പുല്ലരിച്ച് എന്നിട്ട് രാജീവ് കുമാറിനോട് ഇത് ആരാണ് ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ RK ശേഖറിൻ്റെ മകനാണ്. രാജീവ് കുമാർ ജിജോനെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ ജിജോനെ പോയി കണ്ടിട്ടപ്പോൾ ജിജോ, ഓ യു വോണ്ട് ടു മീറ്റ് ദിസ് ഗൈ റഹ്മാനാ? ഓക്കെ. ഫോൺ വിളിച്ചിങ്ങനെ. അപ്പോൾ അവിടെ റഹ്മാൻ, ദിലീപ്, ഐ എം ഹിയറിങ് യുവർ സോങ്സ് എവരിവെയർ. ദിസ് ഗൈ ഇസ് ദർ, വൺ ഗൈ ശ്രീനിവാസൻ, ഹി വാണ്ട്സ് ടു സിംഗ് ഫോർ യു. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു റഹ്മാൻ, കാസറ്റ് എന്തെങ്കിലും ഉണ്ടോ?
എടോ തൻ്റെ കാസറ്റ് എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും കിടക്കുമല്ലോ അവിടെ. ഞാൻ പറഞ്ഞു കാസറ്റ്, എൻ്റേത് കാസറ്റ്, ഞാൻ ബാത്റൂം സിംഗർ അല്ലേ എന്ന് ജിജോൻ്റെ അടുത്ത് പറഞ്ഞു. ഓ ഹീസ് എ ബാത്റൂം സിംഗർ എന്ന്. ഞാൻ പറഞ്ഞു എല്ലാം പോയി, തീർന്നു, നമ്മുടെ ജീവിതം കഴിഞ്ഞു. പക്ഷെ റഹ്മാൻ്റെ ആൻസറാണ് ഓ ഈസ് ദെൻ ആസ്ക് ഹിം ടു കം നൗ എന്ന് വരാൻ പറയൂ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരു വോയിസ് ടെസ്റ്റ് എടുക്കുമ്പോൾ റഹ്മാൻ ഇങ്ങനെ കയറി, വേറെ എൻജിനീയേഴ്സായിരുന്നു അടുത്ത്. ഗസൽ എന്തോ ആണ്, ഗസൽ പാടി, ഒരു തമിഴ് പാട്ടും പാടി, തമിഴ് ഇളയരാജയുടെ പാട്ട് പാടി, പിന്നെ ഒരു ഗസൽ പാടുമ്പോൾ പുള്ളി ഇങ്ങനെ കയറി വന്ന്. അപ്പോൾ ഞാൻ പാടി ബൂത്തിൽ നിന്ന് കഴിയുമ്പോൾ സോ യു ലേൺ ഹിന്ദുസ്ഥാനി? സോ ഐ ഹവ് നോട്ട് ലേൺ എനിത്തിങ്, ജസ്റ്റ് ലവ് ടു സിംഗ്. ഓക്കെ, where are you now? Coimbatore. Oh, then when you come to Chennai, you tell me. അപ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്, ഞാൻ വിചാരിച്ചത് പറഞ്ഞാൽ പോരെ, ഞാൻ വരുമല്ലോ അവിടെ നിന്ന്. പിന്നെയാണ് മനസ്സിലായത് പുള്ളിക്ക് ഒരു ഐഡിയ വരുമ്പോൾ പുള്ളിക്ക് വേണം അവിടെ ആരെങ്കിലും. പുള്ളിക്ക് ഐഡിയ വരുമ്പോൾ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം. രാത്രി 3 മണിയായാലും ശരി. പുള്ളിയുടെ വർക്കിംഗ് സ്റ്റൈൽ പിന്നെയാണ് അപ്പോൾ നമുക്ക് അറിഞ്ഞൂടല്ലോ. പുള്ളിയുടെ പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത്. ഹൗ ഹി വർക്ക്സ്, ഹൗ ഈസ് പാഷനേറ്റ്, ഹൗ ഈസ് ഇൻ ദ മൊമെൻറ്റ് എന്നുള്ളത് പിന്നെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഞാൻ 1-2 കൊല്ലത്തിൽ മദ്രാസിലേക്ക് വന്നു. പിന്നെ വീണ്ടും പുള്ളിയെ കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി വലിയ ആളായി. പിന്നെ പുള്ളി സ്റ്റാർട്ടഡ് മീ ഔട്ട്. ആദ്യം ഒരുപാട് ബാക്കിംഗ് വോക്കൽസ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണിത് പറയുന്നത്, എപ്പോഴാണ് സക്സസ് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ റഹ്മാൻ്റെ കൂടെ കൂടിയപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടത് സക്സസ്സാണ്. ഞാൻ അങ്ങനെ ഒരു ജീനിയസിനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ പാട്ടെന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ്. പാട്ടെന്ന് പറയുന്നത് അത് ഏത് ഇമോഷനായാലും അതിനെ സെലിബ്രേറ്റ് ചെയ്യാണ്. വേറൊന്നും ഒരു ചിന്തയില്ല, വേറെ ആരെയും കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരം, അങ്ങനെ ഒന്നുമില്ല. അവിടെ പ്യുവർ മ്യൂസിക്. ആ സമയത്ത് പുള്ളി എൻജോയ് ചെയ്യുന്നത്, പുള്ളി എവറി നോട്ട് ഹി എൻജോയ്സ് എവറിത്തിങ്. ആൻഡ് അത് ഒരു കാര്യം ചെയ്തിട്ട് അത് ശരിയായി, അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് കേൾക്കും, 1 മാസം കഴിഞ്ഞിട്ട് കേൾക്കും. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും മാറ്റും പുള്ളി. അത്രയ്ക്കും ഒരു എന്താ പറയുന്നത്, പെർഫെക്ഷൻ അല്ല, ഇറ്റ് ഇസ് ബിയോണ്ട്. ഇപ്പോഴും ബ്യൂട്ടിഫുള്ളാണ്, ഇപ്പോഴും ഇറ്റ് ഗെറ്റിംഗ് ഇൻ ടു മൈ ഹാർട്ട് എന്നുള്ളതാണ് പുള്ളി നോക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് പെർഫെക്ഷൻ. പെർഫെക്ഷൻ ഇസ് അനദർ തിങ്, ദാറ്റ്സ് എ ടെക്നിക്കൽ തിങ്. ബട്ട് ബ്യൂട്ടി. സോ the minute I landed in Rahman's place and I started enjoying my life, I was successful. അല്ല, റഹ്മാന് പ്രിയപ്പെട്ടവനായത് എങ്ങനെയാണ്? റഹ്മാന് അത് എനിക്കറിഞ്ഞോളൂ. അത് റഹ്മാൻ്റെ അടുത്ത് ചോദിക്കണം, വെദർ ഞാൻ പ്രിയപ്പെട്ടവനാണോ അല്ലയോ എന്ന്. പക്ഷേ എനിക്ക് നല്ല റിലേഷൻഷിപ്പാണ്, ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പാണ് ഇപ്പോഴും. അല്ല, എനിക്ക് തോന്നുന്നു റഹ്മാൻ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അത് ഒരു സമയത്ത് ഞാൻ ഒരുപാട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് 90s 95ക്ക് ശേഷം ഒരുപാട് പാട്ടുകൾ ആദ്യം ട്യൂൺ എനിക്ക് തരും, എൻ്റെ കയ്യിൽ എന്നെ കേൾക്കാൻ പറയും. എന്നിട്ട് അത് ചിലപ്പോൾ പുള്ളി എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ ഇരുത്തും കൂടെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറയും, ചിലപ്പോൾ ചിലത് പുള്ളി ഞാൻ പറയുന്നത് എടുക്കും, എന്നിട്ട് പാടാൻ പറയും. നമ്മൾ പാടുമ്പോൾ തെറ്റ് പാടിയാൽ പോലും ചിലപ്പോൾ അത് എടുത്ത് വയ്ക്കും, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്കും. സോ റഹ്മാൻസ് വർക്കിംഗ് സ്റ്റൈൽ ഇസ് something which is, he is unbelievable. He is not one. ആൾക്കാർ വിചാരിക്കുന്നത് അത് കമ്പ്യൂട്ടർ, ആദ്യം ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, അത് ഒരു കമ്പ്യൂട്ടർ മ്യൂസിക് ആണല്ലോ, അതൊരു വെറും മൃദമുള്ള മാസ്റ്റർ. ഞാൻ ലൈഫിൽ ഒരുപാട് മാസ്റ്റേഴ്സ്, ഇളയരാജ സാറിനെ കണ്ടിട്ടുണ്ട്, സലിൽ ചൗധരി വർക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട്, MSV, the great MSV വരെ കണ്ടു. Rahman is as great as them, or even sometimes, because of technology is better. Technology, he is a man who understands both music and technology. അപ്പോൾ
ഇറ്റ്സ് എ കംപ്ലീറ്റ് തിങ് അല്ലേ അത്. വേറെന്ത് വേണം? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എവറിത്തിങ്, ഓഫ് മ്യൂസിക്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ശ്രീനിവാസ് പാടുന്നത് ഉള്ളിൽ നിന്നാണ്, അങ്ങനെ പാട്ട് തോന്നിയിട്ടുണ്ട്, ഭാവം ഒക്കെ. ഒരുപക്ഷെ AR റഹ്മാൻ്റെ രീതിയും അത് തന്നെയാണ്, ഉള്ളിൽ നിന്ന് പാടിക്കുന്ന പാട്ടുകളാണ്. അതാണ് ഈ ചേരേണ്ടവർ ചേർന്നത് എന്ന് തോന്നുന്നു. AR റഹ്മാൻ്റെ ഈണത്തിൽ പാടിയ 1-2 പാട്ട്. റഹ്മാൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. I've sung all kinds of songs. So I'll tell you why Rahman is. എൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന സാധാരണ മാക്സിമം മ്യൂസിക്കൽ ടേംസിൽ പറയുമ്പോൾ ഹയസ്റ്റ് നോട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന E ആണ്. F വരെ പോവും, പിന്നെ G ഓൾസോ ഐ ക്യാൻ ഗോ. ചെറിയ പ്രായത്തിൽ A ഓൾസോ ഐ കുഡ് ഹവ് ടച്ച്ഡ്. ബട്ട് റഹ്മാൻ്റെ ഹി ഇൻക്രീസ് മൈ റേഞ്ച്. എൻ്റെ റേഞ്ചിൽ പുള്ളിക്ക് വേണ്ട, എൻ്റെ വോക്കൽ റേഞ്ചിൽ. സോ ദാറ്റ് വാസ് എ ഡിഫറൻസ്. സോ വാട്ട് എവർ ഐ ഗേവ് മീ വാസ് വെരി ഡിഫറെൻറ്റ്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബട്ട് ഹി വാസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ, എന്നുയിരേ എന്നുയിരേ എന്നാരുയിരേ, എന്നുയിരേ എന്നുയിരേ എന്നോരുയിരേ, കൺകൾ താണ്ടി പോകാതെ എന്നാരുയിരേ എന്നോരുയിരേ, ஒரு காதலிலே மொத்தம் 7 நிலை, இது எந்த நிலை என்று தோன்றவில்லை, என் 6 அறிவில் 2 காணவில்லை, என் ஆருயிரே. So he has made me sing the highest note. ഇതിനെക്കാട്ടി വളരെ ഹൈ ആണിത്. And he's also made me sing differently, like நேற்று முன்னிரவில் உன்னித்தில பூமடியில் காற்று நுழைவது போல். See, he has made me sing like that also. Like പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സിങ് ഓപ്പൺ ലൈക്ക് യു സിങ് ഫോർ രജനി സാർ, മിൻസാര പൂ എന്ന് ഇങ്ങനെ പാടാൻ പറഞ്ഞു. സോ എനിക്ക് ആദ്യം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിരി വരും, എന്തിനാണ് ഇങ്ങനെ പാടാൻ പറയുന്നത്. ബട്ട് ഹി നോസ് വൈ ഹി ഈസ് ഡൂയിങ് ഇറ്റ്. ഒരു വിഷനാണ്, വൈൽഡാണ് പുള്ളി. അങ്ങനെയും ചെയ്തിട്ടുണ്ട് പുള്ളി. എനിക്ക് ജിന്ദഗി ജിന്ദഗി ക്യാ കമി ഗസൽ പോലത്തെ പാട്ടുകളും തന്നിട്ടുണ്ട്. ഓൾ കൈൻഡ്സ് ഓഫ് സോങ്സ് ഹി ഹസ് ഗിവൺ മീ, ഓൾ കൈൻഡ്സ്. ഒരു എന്നെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്ത ഒരു മനുഷ്യനാണ് പുള്ളി. അല്ലാതെ എനിക്ക് ഈ പാട്ടുകൾ നന്നായി പാടാൻ പറ്റും, അതുകൊണ്ട് ഇങ്ങനത്തെ പാട്ടുകൾ മാത്രം പുള്ളിക്ക് കൊടുക്കാം എന്നുള്ളതല്ല. ഹി വാണ്ട്സ് ടു ഗെറ്റ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് പേഴ്സൺ. மின்சாரப்பூவே பெண் பூவே மெய் தீண்ட வேண்டும் என்னோடு வாராய், என் ஆசையோசை கேளாய், மாலையில் பொன் மார்பினில் நான் துயில் கொள்ள வேண்டும், காலையில் என் கண்களில் நீ வெயில் காய வேண்டும், சகியே சகியே சகியே, என் மீசைக்கும் ஆசைக்கும் பூசைக்கும் நீ வேண்டும், மின்சார பூவே. ഇത് രജനി സാറിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു പാട്ടാണിത്. ഇനി മലയാളത്തിലേക്ക് എങ്ങനെയാണ് പാടാൻ? അത് സത്യം പറഞ്ഞ വിദ്യാസാഗർ ഇസ് ദ വൺ ഹൂ എനിക്ക് ശരിക്കും ഒരുപാട് നല്ല പാട്ടുകൾ തന്ന് എന്നെ ഒരു സിംഗർ, മലയാളത്തിലേക്ക് ഒരു സിംഗറാക്കിയത് വിദ്യാസാഗർ തന്നെയാണ്. മഞ്ഞുപോലെ, എത്രയോ ജന്മമായി, മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണില കൊമ്പിലെ എൻ്റെ ഒരു ഓൾ ദാറ്റ്, അത്രയും നല്ല നല്ല പാട്ടുകൾ തന്നു. സമർ ഇൻ ബെത്ലഹേമിൽ രഞ്ജിത്താണ്, ചിപ്പി രഞ്ജിത്ത് ഇത് വിദ്യാസാഗറിൻ്റെ ആ ശ്രീനിവാസനെ കൊണ്ട് പാടിക്കുക എന്ന് പറയുമ്പോൾ വിദ്യാസാഗർ വാസ് വെരി ഹാപ്പി.
അങ്ങനെയാണ് എത്രയോ ജന്മമായും മാരിവില്ലനും അങ്ങനെ മഞ്ഞു പോലെ SPBയോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ പാടണമെന്നാണ് തോന്നുന്നത് അവർ വെച്ചിരുന്ന വിദ്യാസാഗറും എല്ലാവരും. അപ്പോൾ രവി കൊട്ടാരക്കര എൻ്റെ പാട്ട് കേട്ടിട്ട് അയ്യോ ഇതെങ്ങനെ മാറ്റും എന്ന് പറഞ്ഞ് ഇത് വേണം ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ പാട്ട് എൻ്റെ പാടാം. മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവളഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ. ഈ മഞ്ഞു പോലെ എന്ന് പാടുമ്പോൾ ഒരു കുളിരുണ്ട്, മാൻ കുഞ്ഞു പോലെ എന്ന് പാടുമ്പോൾ ഒരു ഓമനത്വമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഞങ്ങളെയൊക്കെ അങ്ങേയറ്റത്ത് ഫീൽ ചെയ്യിക്കുന്ന ഗാനാലാപന ശൈലി എന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ ട്യൂണില്ലേ നേരത്തെ തമിഴിൽ വന്ന ട്യൂണാണ്. SPB സാർ, ജാനകിയമ്മ അവർ ഗ്രേറ്റ് സിംഗേഴ്സാണ്. ആ വാക്കുകൾ വൈരമുത്തു ഗ്രേറ്റ് പോയറ്റാണ്. പക്ഷെ ഭൂമിയെ ഭൂമിയെ ഉന്നിടം പാർക്ക് അങ്ങനെ എന്തോ ഒരു വാക്കാണ്. അതൊരു നോർമലായിട്ട് പോയി. മലയാളത്തിൽ ഗീഷ് ഇങ്ങനെ ഒരു എഴുതുമ്പോൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ ആ ട്യൂണായിട്ട് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് പോയിരിക്കുന്നത്. ഇറ്റ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ്. ശരത് സാറുമായിട്ടുള്ള ബന്ധം. ശരത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അണ്ണാച്ചിയാണ് നമ്മുടെ ശരത്ത്. വെരി ഡിയർ ടു മൈ ഹാർട്ട്. ശരത്തിന് വേണ്ടി ഞാൻ പാടിയ പാട്ട് ഇത് ഒരു ആൽബത്തിന് വേണ്ടി ചെയ്തതാണ്. ഇതു നീ എടുത്തുകൊള്ളുക ഇതൻ ഹൃദയം തുടിക്കുമെൻ ഹൃദയം ഇതു കൈ കുടന്നയിലൊതുക്കി വയ്ക്കൂ ഇതൻ ഹൃദയം തുടിക്കുമെൻ ഹൃദയം. മോഹൻ സിത്താരയ്ക്കൊപ്പം പാടിയിട്ടുണ്ട്. മോഹൻ സിത്താര ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു. മോഹൻ സിത്താര ബിഫോർ ഓൾ ദാറ്റ്. മോഹൻ സിത്താര എന്ന് പറയുന്ന ഒരു നമ്മുടെ ഫ്രണ്ടാണ്. മോഹൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സുഹൃത്താണ്. ഇനി സംഗീത സംവിധാനം അതിലേക്ക് വന്നു, മലയാളത്തിൽ വന്നു സീതാ കല്യാണം. അതിന് മുമ്പ് ഞാൻ തമിഴിൽ ഏനി ரொம்ப அழகா இருக்க എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൽ ഇനി നാനും നാനില്ലേ ഇയൽബാക ഏനില്ലേ സൊല്ലടി സൊല്ലടി മുൻപോലെ നാനില്ല ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഒരുപാട് ജിംഗിൾസ് ഒക്കെ ചെയ്യുന്ന സമയമാണ്. രാജീവും ഞാനും തമ്മിൽ പണ്ടേ അടുപ്പാണല്ലോ കോളേജിൽ. അപ്പോൾ അന്നേ പറയും എടാ ഞാൻ ഫിലിം ചെയ്താൽ നീ മ്യൂസിക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇൻസിഡൻ്റ്ലി ഈ പടത്തിൽ സുരേഷ് കുമാറാണ് പ്രൊഡ്യൂസർ. ഈസ് ഓൾസോ മൈ വെരി ക്ലോസ് ഫ്രണ്ട് ആൻഡ് ക്ലാസ്മേറ്റ്. സോ ദ പ്രൊഡ്യൂസർ ഇസ് നോട്ട് ഗോയിങ് ടു സേ നോ. ബട്ട് ഇൻസിഡൻ്റ്ലി ഈ സമയത്ത് ഞാൻ ഓർക്കേണ്ടത് രാജീവും സുരേഷും മാത്രമല്ല, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടുണ്ട് സന്തോഷ് എന്ന് പറഞ്ഞൊരു ചിക്കു സന്തോഷ്. പുള്ളിയാണ് പറയുന്നത് ഇത് ശ്രീനി കൊണ്ട് ചെയ്യിക്കണം ഈ പടം. അതെങ്ങനെ പറയണോ എന്തുകൊണ്ട് പറയണമെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഹീ സെഡ്. രാജീവ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല ഉഗ്രൻ സബ്ജക്റ്റാണ്, ഒരുപാട് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഇതുണ്ട്, വൈ ഡോണ്ട് യു ട്രൈ രമേശ് വിനായകം ഓർ ഞാനിങ്ങനെ 2-3 പേര് ഇല്ലടാ നീ തന്നെ ചെയ്യുന്നു, നീ തന്നെ ചെയ്യണം. പിന്നെ സുരേഷിനെ വിളിച്ചു. സുരേഷ് വാസ് വെരി ഹാപ്പി. ഇറ്റ് വാസ് എ ഗ്രേറ്റ്
അതായത് സീതാ കല്യാണം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. 5 പാട്ട് 15 ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത് 5 or 6 സോങ്സ് റെക്കോർഡ് ചെയ്ത് എൻജോയ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. B.R. പ്രസാദാണ് എഴുതിയത്. നമ്മൾ ഒരു ഹൃദയത്തോടുകൂടിയാണ് ചെയ്യുന്നത് ഇതെല്ലാം. ഈ പടം തന്നെ ജയറാം ജ്യോതികയാണ് ആക്ട് ചെയ്തത്. ഇറ്റ് വാസ് എ ന്യൂ പെയറിംഗ് ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ സൂപ്പർ ഹിറ്റ്. അപ്പം റിലീസ് ചെയ്യേണ്ട പടമാണ്. അപ്പം റിലീസ് ചെയ്യുന്നെങ്കിൽ സൂപ്പർ ഹിറ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. ബിക്കോസ് ആ ഫിലിം റാൻ ഇൻ ടു സം പ്രോബ്ലംസ്. ദാറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ബട്ട് ഫോർ മീ സീതാ കല്യാണം വിൽ ഓൾവേസ് ബി എൻ്റെ എഡ്ജ് ടു മൈ ഹാർട്ട്. 2006 റഹ്മാൻ വന്നിട്ടാണ് ആ ആൽബം ഇവിടെ കനകക്കുന്നുവിൽ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ സീതാ കല്യാണത്തിൽ 5 or 6 പാട്ടുകൾ. പക്ഷേ 5 or 6 പാട്ടുകൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതായി ഒന്നുണ്ടാവും? അങ്ങനെ ഇല്ല. എനിക്ക് അതിൽ അറ്റ്ലീസ്റ്റ് എല്ലാം ഇഷ്ടമാണ്. 2-3 പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. ദൂരെ ദൂരെ വാനിൽ നീ മിന്നൽ പൊന്നായ ഉദിരവേ ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അണയവേ നീ പറയാൻ വൈകിയോ രാമഴ പോലാശകൾ ദൂരെ ദൂരെ വാനിൽ നീ. ഈ ഒരു രാഗം ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് R.D. ബർമൻ്റെ ഫേവറേറ്റ് സ്കെയിലാണ്. അത് അങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഞാൻ തന്നെ പറയണം എൻ്റെ പാട്ട് ബ്യൂട്ടിഫുൾ സോങ്. അങ്ങനെ മനോഹരമാണ്. ആൻഡ് ദർ ഇസ് അനദർ സോങ്, ഒരു മെഹദി ഹസൻ്റെ എവിടെയെങ്കിലും ഒരു സ്റ്റാമ്പ് വരണം എന്ന് പറഞ്ഞിട്ട് സോങ് കോൾ രാഗസുധാ രസമായി പ്രണവം തിരയും പുരുഷൻ സ്വരമായി ജതിയായി ഹൃദയം നിറയും ഭഗവൻ വരുനീ തരര ദരരേ നനന തരര. This line, I wanted this line because this is ഒരു മെഹദി ഹസൻ്റെ ഒരു സ്റ്റാമ്പാണത്. അതുപോലത്തെ ഒരു ഐ വാണ്ടഡ് സംതിങ് ലൈക്ക് ദാറ്റ്. വൺ സ്മോൾ തിങ്, ദ റെസ്റ്റ് ഇസ് ഓഫ് കോഴ്സ് മൈ ഓൺ തിങ്. ഐ വാണ്ടഡ് ദാറ്റ്. സോ ദീസ് തിങ്സ് ഐ കുഡ് ഡു. പിന്നെ ഒരു ശരത്തും മധുബാലകൃഷ്ണനും അനുരാധ ശ്രീറാമും കൂടെ ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്, ക്ലാസിക്കൽ വൺ വെരി ഡിഫറെൻറ്റ് സോങ്. ഐ തിങ്ക് സീതാരാമം കഥ സുസാരം ഹൃദി വിചാരം മോക്ഷാപ്തസാരം ദരദരാതം അകറ്റിഹും കൃതി ധൂളിം. ഇങ്ങനെ ഒരു പാട്ട്. ഇതൊക്കെ എഴുതിയത് സമ്മതിക്കണം. ഇതിൻ്റെയൊക്കെ ഡമ്മി എന്ന് പറയുമ്പോൾ തരതിരാതുരാരേരാതി ദരതെരോത താനനാനന താ. ഇത് എങ്ങനെ എഴുതും? അത് എഴുതി ക്ലീനായിട്ട് എഴുതി. താനോ ദുരുത്തു ദാതി ദുദു ദുരുത്തു താന താനനാനാദോനെ താരാദുരു ദിരുദിവു. ഇത് how will you write? But he wrote. That's why B.R. Prasad great is. തമിഴിലെ സംസ്ഥാന സർക്കാർ പുരസ്കാരം കിട്ടി, നമ്മുടെ കേരളത്തിലും കിട്ടി. രാത്രിമഴയിലെ ആ പാട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. രമേശ് നാരായണൻ്റെ ജീനിയസ് ആണ് അത്. ഗസൽ പോലത്തെ ഒരു പാട്ടാണ്. അതിലൊരു കഥയുണ്ട്.
രാകേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഫ്രണ്ടാണ്, പ്രൊഡ്യൂസർ. അദ്ദേഹം എന്നെ സഡൻലി വിളിച്ചിട്ട് അണ്ണ എവിടെയുണ്ട്, അണ്ണ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മദ്രാസിലാണല്ലോ. അല്ല ചോദിച്ചതേ ഉള്ളൂ, കുഴപ്പമില്ല അണ്ണ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ വീണ്ടും പുള്ളിയെ വിളിച്ചു. എന്താണ് അങ്ങനെ ഒരു ചോദ്യം, അണ്ണൻ എവിടെയാണെന്ന്? അല്ല ഇവിടെ കേരളത്തിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പാട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ടല്ലോ, കേരളത്തിൽ ഒരു തൃശ്ശൂരിൽ വരുന്നുണ്ട്, ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് വരാം എന്നാണ്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടൊന്ന് വരണം, ഞാൻ വരാം. അങ്ങനെ വന്ന് ഞാൻ പാടിയതാണ് ആ പാട്ട്. ആഷാഢ പൗർണമിയിൽ ഈറന്നിലാവിൽ നിൻമുഖം മേറെ ഇഷ്ടമായി, നിൻ പ്രണയചന്ദ്രൻ വീണുമയങ്ങുന്ന് നീല തടാകമെൻ എൻ്റെ ഹൃദയം. ഓ ബാസുരി ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കെ ഒരുപാടെനിക്കിഷ്ടമായി. അപ്പോൾ മകൾ പാട്ടുകാരിയാണ്. മകൾക്ക് വേണ്ടി സംഗീതം ചെയ്ത് മകൾ പാടിയ പാട്ടുണ്ട്. മകള് എൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ പാടുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അവൾ ഈ ഹെഷാം എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടറല്ല, അയാൾ ഹൃദയത്തിലൊക്കെ ചെയ്ത് തമിഴിലൊരു പടം മാമൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അത് പടം തിരക്കേണ്ടില്ലാതെ പോയ പടമാണ്. അതിലൊരു പാട്ട് ശരണ്യ പാടിയിട്ടുണ്ട്, അത് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. എൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടുണ്ട്. സോ ശരണ്യ ഷീസ് റഹ്മാനും പാടി അവൾ കുറച്ച്. സോ ഷീസ് സിംഗിങ്, അവൾക്ക് സിംഗിങ് ആണ് പാഷൻ. ശ്രീനിവാസ് എന്ന പാട്ടുകാരൻ വീടുമായി അത്രമേൽ ഇഷ്ടം ഉള്ള ആളാണെന്നും എല്ലാ ദിവസവും വീടുമായി കണക്ട് ചെയ്യുന്ന ഒരാളാണെന്നും കേട്ടിട്ടുണ്ട്. മൈ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. എനിക്ക് വാട്ട് എവർ യു സേ, എന്തൊക്കെ പറഞ്ഞാലും ഫോർ മീ മൈ ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, their lives are very important to me. Wife is probably she's the most important person in my life. ഇപ്പോൾ റിയാലിറ്റി ഷോസിൽ വിധികർത്താവാണ്. പുതിയ കാലത്തെ പാട്ടുകാരെക്കുറിച്ച് അസാധ്യമായിട്ടാണ് പാടുന്നത് എല്ലാവരും. ഒരു രക്ഷയില്ലാതെയാണ് പാടുന്നത്. അത്രയും സ്കില്ലുള്ള പാട്ടുകാരാണ്. ഈ ഓണക്കാലത്ത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഹാപ്പി ഓണം. Wishing you good health, happiness, peace and lots of fun. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, നേരിലിപ്പോൾ കാണുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. അങ്ങൊരു മഹാപുണ്യമാണ് പാട്ടിൽ. അതെല്ലാ പ്രേക്ഷകർക്കും അതങ്ങനെ തന്നെയാണ്. ആവർത്തിച്ച് കേൾക്കാൻ തോന്നുന്ന പാട്ടുകളുടെ പാട്ടുകാരൻ. ഒരുപാട് നന്ദി ഒപ്പം ചേർന്നതിന്. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.